അങ്ങനെ ചന്ദ്രയോട് നീ പറഞ്ഞത് ശരിയായില്ല മോനെ. നീ ഒരു വക്കീൽ മാത്രമല്ല, എന്റെ മകനും കൂടിയാണ്. നീ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീ പാലിച്ചിരിക്കണം. എന്തിന്റെ പേരിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറുന്നത് നമുക്ക് ചേർന്ന പരിപാടിയല്ല മോനെ. പിന്മാറുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. ഇപ്പൊ പറ്റില്ല, ഞാൻ അതല്ലേ ഉദ്ദേശിച്ചുള്ളൂ. മോനെ, ഈ വീട്ടിന്റെ ശാപം എന്താണെന്ന് നിനക്കറിയാലോ. നമ്മളാരും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്ന ചന്ദ്രയാണ്. അവൾ ഇവിടെ നിന്ന് പോകാതെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും തീരില്ല. അവൾ പോണമെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കണ്ടേ? ഡിവോഴ്സ് നടക്കണമെങ്കിൽ വിഷ്ണുവിനെ പുറത്തിറക്കണ്ടേ? എത്രയും പെട്ടെന്ന് നീ അവനെ പുറത്തിറക്കണം. ഡിവോഴ്സ് വാങ്ങി ചന്ദ്ര ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ലാതെ നമുക്കാർക്കും സ്വസ്ഥത കിട്ടില്ല മോനെ. അച്ഛാ, പ്രേമിച്ചയെ കുറിച്ച് ഓർത്തിട്ടാ ഞാൻ. പ്രേമിച്ചിട്ട് കാണാതാകലും ചന്ദ്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ അതിൽ ഇടപെടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി, പക്ഷെ അത് നടക്കണമെന്നില്ല. എത്ര പാടുപെട്ടാണ് നമ്മളങ്ങനെ ഒരു കരാറുണ്ടാക്കിയത്. അത് അലസിപ്പോകരുത് ഒരു കാരണവശാലും. അതേ കുഞ്ഞളിയ, പ്രേമയും ഡിവോഴ്സും അവ തമ്മിൽ കണക്ട് ചെയ്യണ്ടെന്നാ എൻ്റെ അഭിപ്രായം. പ്രേമയുടെ കാണാതാകലുമായിട്ട് ചന്ദ്രയ്ക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും അളിയൻ കരാറിൽ നിന്ന് പിന്മാറരുത്. അച്ഛൻ പറഞ്ഞ അതിൻ്റെ ശരി. ചന്ദ്ര ഇവിടെ നിന്ന് പോണം, എങ്കിലേ ഈ വീട് ഗതി പിടിക്കും. നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ നാളെ തന്നെ ജയിലിൽ പോയി വിഷ്ണുവിനെ കാണാം. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പി എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതും വാങ്ങണം. ഏറ്റവും അടുത്ത ദിവസം തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ ഞാൻ ഫയൽ ചെയ്യാം. നീ കണ്ടോ, ഡിവോഴ്സ് നടക്കുമെന്നാകുമ്പോ ചന്ദ്ര താനേ താഴോട്ടിറങ്ങും. അവൾ തളരും. അഥവാ നീ കരുതുന്നത് പോലെ പ്രേമയുടെ കാണാതാകലിന്റെ പിന്നിൽ അവളാണെങ്കിൽ ഉറപ്പായിട്ടും പ്രേമയെ അവൾ നമുക്ക് തിരിച്ചു തരും. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ എല്ലാം ചെയ്തോളാം. അതെ മനോഹര, ഞാനൊരു കാര്യം പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയരുത്. നമുക്ക് അവനെ അങ്ങ് തിരിച്ചു വിളിക്കാം. നീ വിളിച്ച അവൻ വരും. ശരത്തിനെ ഞാൻ തിരിച്ചു വിളിക്കാം. എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ തോന്നി ഇത് വന്ന് എന്നോട് പറയും? അവൻ നശിച്ച് നാമാവശേഷമാണോ എന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാണ് അവൻ എന്നോട് ഈ കുടുംബത്തോടും ചെയ്തിട്ടുള്ളത്. എന്റെ മനോഹര, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ആ കൊച്ചനൊരു പാവാ. തെറ്റിദ്ധാരണ എനിക്കല്ല, അമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മ ഇങ്ങനെയുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നത്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം, അവൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരരുതേ എന്നാ. അവൻ്റെ നിഴല് പോലും ഇനി ഈ വീടിൻ്റെ മുമ്പിൽ വീഴരുത്. എന്നാലേ ഈ വീടിന് ഗതി പിടിക്കും. കൊള്ളാവുന്ന ആണൊരുത്തനായിരുന്നു അവൻ. നമ്മളോടൊക്കെ നല്ല സ്നേഹമായിരുന്നു. സ്നേഹം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതമ്മ. അമ്മയ്ക്കേ അവനെക്കുറിച്ച് ശരിയായിട്ടൊന്നും അറിയത്തില്ല. എനിക്കൊരു സമാധാനവും ഇല്ല അവനെ കാണാഞ്ഞിട്ട്. എടാ, എനിക്ക് വേണ്ടിയെങ്കിലും ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക്. നീ അവനെ ഇങ്ങ് വിളിക്ക്. അമ്മ നടക്കത്തില്ല. ഞാനവനെ തിരിച്ചു വിളിക്കുമെന്ന് അമ്മ വിചാരിക്കുപോലും വേണ്ട. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. പിന്നെ ഇനി ഇതിൽ കൂടുതൽ എന്ത് നശിക്കാനാ അമ്മേ? അതുകൊണ്ട് അമ്മയുടെ ശാപമൊന്നും എനിക്ക് കേൾക്കാനും പോകുന്നില്ല. അതെ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കും. വന്ന അവനെ ഇവിടെ കയറ്റി താമസിപ്പിക്കുകയും ചെയ്യും. അപ്പൊ എതിർത്താലേ ഞാനും അവനും കൂടെ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോവൊന്നും വേണ്ട, അവൻ കൊണ്ടുപോളും. ഈ വീട്ടിലെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കുന്ന അവനാ. ഇപ്പൊ പാർവതി വരെയായി. അടുത്ത ഊഴം നമ്മൾ രണ്ടുപേരും. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. ആ ദേവികപ്പൂതം പറഞ്ഞെന്ന നുണകളാ നിന്റെ മനസ്സിൽ. നിന്നെ അവൾ ഓരോന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക. എടാ ശരത്തുമോ, നീ വിചാരിക്കുന്നത് പോലെ ഒരുത്തനല്ല. ആ കൊച്ചൻ സാധുവാ. നമ്മുടെയൊക്കെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സാധു. സാധു
വിളിച്ചായിരുന്നോ പ്രഭാവതി? വിളിച്ചിരുന്നു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അവൻ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഓ, അതെന്തിനാ പ്രഭാവതി നീ അങ്ങനെ പറയാൻ പോയത്? അവൻ വന്നാൽ എന്താ കുഴപ്പം? ഇത്രയും കാലം അവൻ ഇവിടെയല്ലേ താമസിച്ചോണ്ടിരുന്നേ? ഇവിടെ വന്നാ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും അമ്മേ. വെറുതെ എന്തിനാ അവൻ നാണം കെടുന്നേ? അവനതുകൊണ്ട് പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും എനിക്കങ്ങനെയല്ല. എന്റെ മോനല്ലേ അവൻ, ഞാൻ പ്രസവിച്ചതല്ലേ. എനിക്ക് വിഷമം തോന്നാതിരിക്കൂ? അതൊക്കെ ശരിയാ. പ്രഭമോളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. പക്ഷേ അവൻ ഇവിടുന്ന് പോകുന്നത്, അവനെ കാണാതിരിക്കുന്നത്, എന്റെ പ്രഭമോളെ എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ അവനെ ഒന്നും വിളിച്ചതാ പ്രഭമോളെ? ഞാൻ സംസാരിക്കാം അവനോട്. തിരിച്ചു വരാൻ പറഞ്ഞ് കാല് പിടിക്കാം. ഞാൻ വിളിച്ച അവൻ വരും. ഒന്ന് ഫോൺ ചെയ്ത് തന്നാ മാത്രം മതി. ഓ, ഒന്ന് ഫോൺ ചെയ്ത് താ പ്രഭമോളെ. അപ്പൊ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കല്ലേ? അതല്ല, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നീ ഒരമ്മയല്ലേ, എന്റെ മനസ്സ് നിനക്ക് കാണാൻ പറ്റും. അമ്മ വിഷമിക്കണ്ട, അവൻ വരും. തിരിച്ചു വരുമെന്ന് പറയാനാ അവൻ നേരത്തെ വിളിച്ചത്. വരരുതെന്ന് ഞാൻ പറഞ്ഞു നോക്കി, സമ്മതിച്ചില്ല. ചില സ്ഥലത്തു നിന്നും എത്ര ശ്രമിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇറങ്ങിപ്പോയ സ്ഥലത്ത് തന്നെ അവൻ തിരിച്ചു വരുന്നേ. അത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ, കാലമാ അതിന് ഉത്തരം തരേണ്ടത്. സത്യമാണോ നീ പറയുന്നത്? അവൻ വരുന്നുണ്ടോ? അതെ അമ്മേ, അവൻ ഇന്ന് തന്നെ വരും. അത് മതി, എനിക്കത് കേട്ടാ മതി. അയ്യോ, എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നറിയോ ഞാൻ. എന്റെ സങ്കടം ദൈവങ്ങൾ കേട്ടു. ഇനി എനിക്ക് സമാധാനമായിട്ടിരിക്കാം. അച്ഛാ, അച്ഛാ, അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നേ? മോളായിരുന്നല്ലേ? ഞാൻ കരുതിയത് എൻ്റെ നിത്യമോളായിരുന്നെന്നാ. എൻ്റെ നിത്യമോള് വരുന്ന പോലെ ഉണ്ടായിരുന്നു അതേ ശബ്ദം. എന്നെ നിത്യമോളായിട്ട് കരുതിക്കോ അച്ഛാ, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. മോളെ എൻ്റെ നിത്യമോടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റും.